KSRTC സിറ്റി ഡിപ്പോയിൽ നിന്നാണ് യാത്രയുടെ ആരംഭം. നഗര നമ്മുടെ യാത്ര 4:45 തന്നെ ബസ് എത്തിച്ചേർന്നു. അശോക് ലെയ്ലാൻഡിന്റെ സബ്സിഡിയറി കമ്പനിയായ സ്വിച്ച് മൊബിലിറ്റിയുടെ E422 എന്ന പുതുപുത്തൻ ഇലക്ട്രിക് ബസ്സാണ് ഈ യാത്രയ്ക്കായി KSRTC തയ്യാറാക്കിയിരിക്കുന്നത്. ടിക്കറ്റ് വെരിഫൈ ചെയ്ത് ബസിന്റെ അപ്പർ ഡെക്കിലേക്ക് കയറി. മുകൾ വശം ഓപ്പൺ ആയതുകൊണ്ട് മഴ പെയ്താലും കടുത്ത വെയിലായാലും കുട ചൂടി ഇരിക്കേണ്ടി വരുമെന്ന് മാത്രം. എന്നാലും കൂടുതൽ പേരും അപ്പർ ഡെക്കിൽ തന്നെ 5 മണിയോടെ തിരക്ക് പിടിച്ച തിരുവനന്തപുരം നഗരത്തിലൂടെ ബസ് യാത്ര ആരംഭിച്ചു. നല്ല ഉയരത്തിലായതുകൊണ്ട് മരച്ചില്ലകളെ തൊട്ടു തലോടിക്കൊണ്ടാണ് തുടക്കം. കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീനുള്ള തിയേറ്ററായ ഏരീസ് പ്ലെക്സ് ആണ് തമ്പാനൂർ ഓവർബ്രിഡ്ജിൽ നിന്നും കാണാവുന്നത്. വശത്ത് ഗണപതി ക്ഷേത്രവും പാളയം മോസ്കും കാണാം. തൊട്ടപ്പുറത്തായി പാളയം ചർച്ചും കൂടി ഉള്ളതുകൊണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സഹവർത്തിത്വത്തിനും സാഹോദര്യത്തിനും ഉത്തമ മാതൃകയായി പാളയം എന്ന സ്ഥലത്തെ കണക്കാക്കുന്നു. തുടർന്ന് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയവും R ശങ്കറിന്റെ പ്രതിമയും കടന്ന് നിയമസഭയ്ക്ക് മുന്നിലെത്തി. അവിടെ നിന്ന് റൗണ്ട് അടിച്ച് സുഭാഷ് ചന്ദ്ര അംബാനിയുടെ വീടിന്റെ മാതൃകയിൽ പണികഴിപ്പിച്ച ആർടെക് ഗ്രൂപ്പിന്റെ ബിൽഡിംഗ് കാണാം. പാളയത്ത് നിന്നും തിരിഞ്ഞ് തിരുവനന്തപുരം പേട്ട ചാക്ക ബൈപ്പാസ് റൂട്ടിലൂടെ എയർപോർട്ട് ശംഖുമുഖം ഭാഗത്തേക്ക് യാത്ര തുടർന്നു. ാകുന്ന സ്വർണ്ണ നിറമുള്ള വെയിൽ കാഴ്ചകൾക്ക് ഭംഗി കൂട്ടുന്നുമുണ്ട്. വലുതും ഏഷ്യയിലെ 2ാമത്തെ വലുതുമായ ഷോപ്പിംഗ് മാളാണ് തിരുവനന്തപുരം ലുലു മാൾ. ലുലുമോൾ കടന്നാൽ ആക്കുളം കായലിന്റെ മനോഹരമായ ദൃശ്യങ്ങളിലൂടെയാണ് യാത്ര. ആക്കുളത്ത് നിന്നും മടക്കയാത്ര ആരംഭിക്കും. വിട്ട് 8 ട്രിപ്പുകളാണ് ഒരു ദിവസം ഉണ്ടാവുക. 1.25 മണിക്കൂറാണ് ട്രിപ്പിന്റെ ദൈർഘ്യം. KSRTC സ്വിഫ്റ്റ് വെബ്സൈറ്റ് വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് എന്ന് വേണം പുറപ്പെടുന്ന സ്ഥലം സെലക്ട് ചെയ്യാൻ. നോൺ സ്റ്റോപ്പ് റൈഡാണ്, ഇടയ്ക്ക് നിർത്തുന്നതല്ല. ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പിറകിലെ സീറ്റുകൾ തിരഞ്ഞെടുത്താൽ കാഴ്ചകൾ കാണാൻ കൂടുതൽ രസമായി.